സിറോ മലബാർ സഭയിൽ ഐക്യമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വിവിധ പ്രവർത്തനങ്ങൾ ഇനി തലപ്പൊക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചിലതൊക്കെ അൽമയർ മുൻകൈ എടുത്ത് സാധ്യമാക്കേണ്ടത് ഇന്നത്തെ കാലത്തെ അത്യാവശ്യമാണ്. എന്താണ്? പണ്ടത്തെ പാരമ്പര്യം അനുസരിച്ചുള്ള പള്ളി യോഗങ്ങൾ തിരിച്ചു വരണം. വിശ്വാസികൾ വെറും വിറക് വെട്ടുകാരും വെള്ളം കോരികളുമാണെന്ന ചില പുരോഹിതരുടെ ധാർഷ്ട്യം, അതാണ് ഇപ്പോൾ പള്ളിയിൽ നടക്കുന്നത്. അത് അവസാനിപ്പിക്കണമെങ്കിൽ ആ പള്ളി യോഗം തിരിച്ചു വരണം. ഇപ്പോൾ ഈ വൈദികർക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണ് പള്ളി കമ്മിറ്റികൾ ഉള്ളത്. വിശ്വാസികൾക്ക് യാതൊരു അധികാരമില്ലെന്ന് നിങ്ങൾ ഓർക്കണം. വൈദികരും മെത്രാന്മാരും ആത്മീയ പാസ്റ്റർക്കാരും നോക്കുക. സഭയുടെയും രൂപതകളുടെയും ഫിനാൻസ്, ഫാമിലി അപ്പോസ്തലേറ്റ്, കാറ്റക്കിസം, നിർമ്മാണം തുടങ്ങിയ പോർട്ട്ഫോളിയോസ് ഒക്കെ ആദിമ ജെറുസലേം സഭയിലെ പോലെ ഡീക്കന്മാരെ ഏൽപ്പിക്കാവുന്നതാണ്. നല്ല ആശയമല്ലേ? ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ വിശ്വാസികളിൽ നല്ലൊരു ഭാഗം ചിന്തിച്ചാലോചിച്ച് പഠിച്ചു പറയുന്നത്, നമുക്ക് വേണ്ടതിനി മലബാർ നസ്രാണി യോഗമാണ്. നസ്രാണി യോഗം യാഥാർത്ഥ്യമാകട്ടെ, വിമത മെത്രൻ രാജവാഴ്ച തുലേട്ടെ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്താണ് കാരണം? സിറോ മലബാർ സഭ അടിമുടി പുരോഹിത മേധാവിത്വം നിലനിൽക്കുന്ന ഒരു സഭയായി മാറിയിരിക്കുന്നു. സഭാ നിയമപ്രകാരം ഭരണാധികാരം പുരോഹിതർക്ക് മാത്രമാണ്. പള്ളി യോഗങ്ങളും പാസ്റ്റർ കൗൺസിലും എല്ലാം ഉപദേശക സഭകൾ മാത്രം, അതും പേരിന്. പള്ളി തലത്തിലുള്ള കണക്കുകൾ പള്ളി കമ്മിറ്റിയിൽ വായിക്കുന്നുണ്ടോ എന്ന് അത് ശരിയാണ്. പക്ഷേ രൂപതാ തലത്തിലുള്ള കണക്കുകൾ എവിടെ വായിക്കുന്നു? അൽമയർ എവിടെ അറിയുന്നു? രൂപതയിലെ വൈദികൻ പോലും അത് അറിയുന്നില്ല. ചർച്ച് ആക്ട് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ രൂപതാ തലത്തിലും ഇടവക തലത്തിലുമുള്ള കമ്മിറ്റികളിലൂടെ നീണ്ട ഒരു ലിസ്റ്റ് സഭാ നേതൃത്വം പുറത്തുവിടും. പാസ്റ്ററൽ കൗൺസിൽ, ഫിനാൻഷ്യൽ കൗൺസിൽ, പ്രസ്ബിറ്ററൽ കൗൺസിൽ തുടങ്ങിയ ഘനഗംഭീരമായ ഇംഗ്ലീഷ് വാക്കുകളിൽ ഉണ്ടാക്കിയെടുത്ത ഈ സമിതികളൊക്കെ വെറും നോക്കുകുത്തികളാണെന്ന് നിങ്ങൾ ഓർക്കണം. നസ്രാണികളുടെ സഭാസ്വത്ത് ഭരിച്ചിരുന്നത് നസ്രാണി പള്ളി യോഗവും ആർച്ച് ഡീക്കനും കൂടിയാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. പറങ്കി മെത്രാന്മാരാണ് നസ്രാണി സഭയിൽ മെത്രാൻ ആധിപത്യം സ്ഥാപിച്ചത് എന്ന് കൂടി ഓർക്കണം. അതിപ്പോഴും കീഴ്വഴക്കമായി പിന്തുടരുന്നു. വൈദികർ എന്തിനാണ് അൽമാരെ ഭയപ്പെടുന്നതും തീണ്ടാപ്പാടാകലെ മാറ്റി നിർത്തുന്നതും? വൈവാഹിക സ്ഥിരം ഡീക്കന്മാർ ലത്തീൻ സഭയിൽ പോലും സാധാരണമായിട്ടും നമ്മുടെ മെത്രാന്മാരും വൈദികരും അതിനെ എതിർക്കുന്നത് വൈദികർക്കും അൽമാർക്കും ഇടയ്ക്കുള്ള ആ അകലം കുറഞ്ഞു പോകുമോ എന്ന് ഭയന്നിട്ടാണ്. പൗരസ്ത്യ പാരമ്പര്യം പറയുന്ന മഹാന്മാർക്കും പള്ളിയോഗം എന്ന മഹത്തായ പാരമ്പര്യം അത് വേണ്ട എന്ന നിലപാടാണ്. പൗരസ്ത്യ വിരുദ്ധ മഹാന്മാർക്കും ലത്തീൻ സഭയിലുള്ള സ്ഥിരം ഡീക്കന്മാരെ പോലും വേണ്ട എന്നത് മറ്റൊരു വിരോധാഭാസം. അച്ഛമ്മയുടെ മുഷ്കും താട്ടിയം കണ്ടാൽ തോന്നും പള്ളിയും പട്ടത്തവും അവരുടെ വീട്ടിൽ നിന്നും എടുത്തു വെച്ച് തരുന്നതാണ്. ഇടവകക്കാരെ സോപ്പിട്ടോ ഭീഷണിപ്പെടുത്തിയോ മെരുക്കി അവരെ കൊണ്ട് സ്വന്തം പദ്ധതികൾ അർപ്പിക്കുന്നവരാണ് ഈ ഏറ്റവും നല്ല പുരോഹിതൻ എന്ന മട്ടിലുള്ള പരിശീലനമാണ് സെമിനാരുകളിൽ നൽകുന്നത്. അൽമാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള കടലാസന്ധികളല്ല, പൈതൃകവും പാരമ്പര്യവും പ്രകാരമുള്ള ശക്തമായ പള്ളിയോഗമാണ് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടത്. സിറോ മലബാർ സഭയ്ക്ക് പൊതുവായി മലബാർ നസ്രാണി യോഗം തന്നെ ഉണ്ടാകണം. മെത്രാന്മാരും ജനാധിപത്യ ക്രമപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന വൈദികരും സന്യസ്തരും അൽമാരും ചേരുന്ന ഈ മഹായോഗത്തെ നയിക്കാൻ സമൂഹത്തിന്റെ കർത്തവ്യനായ അർക്കദിയാക്കോൻ തന്നെ. സഭയുടെ ഭൗതിക ഭരണം യോഗത്തോട് ചേർന്ന് ആർച്ച് ഡീക്കൻ നിർവഹിക്കട്ടെ. സഭയുടെ പ്രധാനപ്പെട്ട പൊതുകാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് മലബാർ യോഗം തന്നെ ആയിരിക്കണം. ആരാധനാ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും തീരുമാനിക്കാൻ പരിശുദ്ധ മെത്രാൻ സുനഹദോസും വേണം. ഓരോ രൂപതയിലും പ്രാദേശിക യോഗങ്ങളും നമുക്ക് വേണം. ഈ യോഗങ്ങൾ മലബാർ യോഗത്തിന്റെ തന്നെ മാതൃകയിൽ പ്രവർത്തിക്കുകയും വേണം. രൂപതാ തലത്തിലെ എല്ലാ പ്രധാന തീരുമാനങ്ങളും ഈ യോഗം എടുക്കണം. ഈ തീരുമാനങ്ങളെല്ലാം പരിശുദ്ധ സിംഹാസനത്തിന്റെയും വത്തിക്കാന്റെയും നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി തന്നെയാകണം. ഇടവക തല യോഗങ്ങളിൽ നിന്നും രൂപതാ യോഗത്തിലേക്കും രൂപതാ യോഗത്തിൽ നിന്നും മലബാർ യോഗത്തിലേക്കും വോട്ടിട്ട് തന്നെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കണം. ജനാധിപത്യം പുലരട്ടെ സഭയ്ക്കുള്ളിൽ. കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് വോട്ടിട്ട് ഇടവക യോഗ പ്രതിനിധികളെ തെരഞ്ഞെടുക്കണം. സഭയുടെ ഭരണത്തിലുള്ള വിശ്വാസികളുടെ പങ്കാളിത്തം പുരോഹിതരുടെ ഔദാര്യമൊന്നുമല്ല, സഭ വിശ്വാസികളുടേതാണ്. സഭ എന്നാൽ വിശ്വാസികളാണ്. പുരോഹിതർ അവരെ പുറത്താക്കിയുള്ള അൽമായ ഭരണമോ അൽമാരെ പുറത്താക്കിയുള്ള പുരോഹിത ഭരണമോ ഒന്നും അല്ല ഈ നസ്രാണി യോഗം എന്ന് പറയുന്നത്. പുരോഹിതരും അൽമാരും എല്ലാം ചേർന്ന സഭയുടെ കൂട്ടായ ഭരണനേതൃത്വം, അതാണ് വേണ്ടത്. കൽദായ ദേശത്ത് നിന്ന് വന്നിരുന്ന മെത്രാന്മാർ ദയാറാവാസികളായ പൂർണ്ണ സന്യാസിമാരായിരുന്നു കൂടി വിശ്വാസികൾ ഓർക്കണം. മെത്രാന്മാരും ഓർക്കണം. മെത്രാന്റെ ഒരു കൊച്ചു മുറിയുടെ അടുത്ത കൊച്ചുമുറികളിൽ താമസിക്കുന്ന സഹായികൾ കൽദായ മെത്രാന്മാർ. പട്ടം കൊടുക്കൽ, ദൈവാലയ കുദാശ, വിശുദ്ധ തൈലത്തിന്റെ കുദാശ, ഇതൊക്കെയാണ്. ഇത് മാത്രമേ അവർ ചെയ്തിരുന്നുള്ളൂ. ഈ കൊച്ചുമുറിയിൽ വെച്ചാണ്. സഭയുടെ രൂപതിന്റെ സ്വത്ത്
മെത്രാനിൽ കേന്ദ്രീകരിക്കുന്ന പാരമ്പര്യം പാശ്ചാത്യ ലത്തീനീയ സംസ്കാരമാണ്, പാരമ്പര്യമാണ്. അവിടെ മെത്രാൻ പദവി ചില ഫ്യൂഡൽ പ്രമുഖ കുടുംബങ്ങൾക്ക് മാത്രം നൽകിയ അവസ്ഥയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. പള്ളിയോഗം എന്നാൽ വടയും ചായയും കഴിച്ചു പിരിയുന്ന യോഗമല്ലായിരുന്നെന്ന്. സഭയിൽ ശരിയായ പള്ളിയോഗവും വിവാഹിതരായ പക്വതയും വിശ്വാസദാർഢ്യവുമുള്ള ഡീക്കന്മാരെ നിയമിക്കണം. അവരിൽ നിന്നും ആർച്ച് ഡീക്കനെ തിരഞ്ഞെടുക്കണം. അങ്ങനെ നസ്രാണി യോഗം യാഥാർത്ഥ്യമാകട്ടെ. വിമത മെത്രാൻ പുരോഹിത രാജവാഴ്ച തുലയട്ടെ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾക്ക് പരിശുദ്ധ സിംഹാസനത്തോട് ആവശ്യപ്പെടാനുള്ളത്. മറ്റാരോടും ഈ നിവേദനം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മെത്രാന്മാരടക്കം ഭൂരിഭാഗം മെത്രാന്മാരും പുരോഹിതരുമൊക്കെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിച്ചിരിക്കുകയാണ്. അവർ മൂക്കുകൊണ്ട് കേൾക്കും, കാതുകൊണ്ട് സംസാരിക്കില്ല. അവരുടെ വാ കൊണ്ട് പറയുന്നത് സഭയ്ക്ക് എതിരായ കാര്യങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെയാണ് ഒരു മലബാർ നസ്രാണി യോഗം വേണമെന്ന് ഇപ്പോൾ വിശ്വാസികൾ പരിശുദ്ധ സിംഹാസനത്തോട് പ്രാർത്ഥിക്കുന്നു.